ഹലോ all. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പോയിന്റേഴ്സ് എന്നുള്ളൊരു കൺസെപ്റ്റിനെ കുറിച്ചാണ്. സി പ്രോഗ്രാമിങ്ങിനകത്തെ പോയിന്റേഴ്സ് എന്നുള്ളൊരു കൺസെപ്റ്റ്. സി പ്രോഗ്രാമിങ്ങിനകത്തെ ടോപ്പിക്കുകളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പോയിന്റേഴ്സ്. ഓക്കെ, നമ്മളിന്ന് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാൻ പോവുകയാണ്. എന്താണ് പോയിന്റേഴ്സ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച്. ഓക്കെ, നമുക്ക് പോയിന്റേഴ്സ് എന്താണെന്ന് ഡീറ്റെയിൽ ആയി മനസ്സിലാക്കുന്നതിന് മുൻപ് പോയിന്റർ വേരിയബിൾ പോലെ തന്നെ നോർമൽ വേരിയബിൾസ് എന്താണെന്നുള്ള കാര്യം നമുക്കൊന്ന് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കാം, എങ്കിലും ഞാനിവിടെ ഒന്ന് സ്പീഡായിട്ട് ആ കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, വേരിയബിൾ ഡിക്ലറേഷൻ. എ വേരിയബിൾ ഈസ് എ നെയിം ഓഫ് ദി മെമ്മറി ലൊക്കേഷൻ. നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്ന വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെമ്മറി ലൊക്കേഷന്റെ ഒരു നെയിം ആയിട്ടാണ് വേരിയബിൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. വേരിയബിൾ ഈസ് എ നെയിം ഓഫ് ദി മെമ്മറി ലൊക്കേഷൻ. ദെൻ ഇറ്റ് ഈസ് യൂസ്ഡ് ടു സ്റ്റോർ ഡാറ്റ. ഡാറ്റാസ് എല്ലാം സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് നമ്മൾ വേരിയബിൾ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേരിയബിൾ എന്നുള്ളത് ഒരു മെമ്മറി ലൊക്കേഷനെ വിളിക്കുന്ന പേരാണ്. ആ മെമ്മറി ലൊക്കേഷനിലാണ് ഡാറ്റ എല്ലാം തന്നെ സ്റ്റോർ ചെയ്യുന്നത്. ഇറ്റ്സ് വാല്യൂ ക്യാൻ ബി ചേഞ്ച്ഡ് ആൻഡ് ഇറ്റ് ക്യാൻ ബി റീയൂസ്ഡ് മെനി ടൈംസ്. അതായത് ആ ഒരു വാല്യൂ നമ്മൾ സ്റ്റോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ വാല്യൂ എത്ര തവണ വേണമെങ്കിലും നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. ദെൻ ആ വാല്യൂ ചേഞ്ച് ചെയ്യാനും പറ്റും. അങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത വേരിയബിൾസിനെ നമ്മൾ സ്റ്റാറ്റിക് വേരിയബിൾസ് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, it is a way to represent memory location through symbol so that it can be easily identified. നമുക്കത് മെമ്മറി ലൊക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ മെമ്മറി ലൊക്കേഷനും ഓരോ മെമ്മറി അഡ്രസ് ഉണ്ടാവും. സോ ഈ മെമ്മറി അഡ്രസ്സുകളെല്ലാം തന്നെ ഒരിക്കലും കോൺസ്റ്റന്റ് ആയിരിക്കില്ല. നമുക്ക് ഏതാണോ പൂളിനകത്ത് ഫ്രീ ആയിട്ടുള്ള മെമ്മറി, ആ മെമ്മറി ആയിരിക്കും നമുക്ക് കമ്പൈലർ അലോക്കേറ്റ് ചെയ്ത് തന്നുകൊണ്ടിരിക്കുന്നുണ്ടാവുക. സോ നമുക്ക് ഒരിക്കലും ഈ ഒരു മെമ്മറി തന്നെ വേണം എ എന്നുള്ള വേരിയബിൾ സ്റ്റോർ ചെയ്യാൻ എന്ന് നമുക്ക് ഒരിക്കലും സജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ നമ്മളിവിടെ പറയുകയാണെന്നുണ്ടെങ്കിൽ മെമ്മറി ലൊക്കേഷൻ റെപ്രസെന്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെക്കാനിസം ആണ് വേരിയബിൾ എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഓക്കെ, ഇതിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇന്റീജർ എ, ഫ്ലോട്ട് ബി, ക്യാരക്ടർ സി എന്നുള്ള കാര്യങ്ങൾ. ദെൻ ആ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ കുറച്ച് റൂൾസ് സാറ്റിസ്ഫൈ ചെയ്യണം എന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ, വേരിയബിൾ ക്യാൻ ഹാവ് ആൽഫബറ്റ്സ്, ഡിജിറ്റ്സ് ആൻഡ് അണ്ടർസ്കോർ. എ വേരിയബിൾ നെയിം ക്യാൻ സ്റ്റാർട്ട് വിത്ത് ദ ആൽഫബറ്റ് ആൻഡ് അണ്ടർസ്കോർ ഓൺലി. ഇറ്റ് കാൺട്ട് സ്റ്റാർട്ട് വിത്ത് എ ഡിജിറ്റ്. നമുക്ക് വേരിയബിൾ നെയിംസ് എല്ലാം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് ആൽഫബറ്റ്സ് തന്നെ ആയിരിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ അണ്ടർസ്കോറും സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ ഒരിക്കലും ഒരു ഡിജിറ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാറില്ല. ഓക്കെ, ആകെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ആയിട്ട് നമ്മൾ ഇതിനകത്ത് അണ്ടർസ്കോർസ് മാത്രം തന്നെ യൂസ് ചെയ്യുന്നുള്ളൂ. വേറെ ഒരു സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നില്ല. ദെൻ നോ വൈറ്റ് സ്പേസ് ഈസ് അലൗഡ് വിത്തിൻ ദ വേരിയബിൾ നെയിം. നമ്മൾ ഇതിനകത്ത് വൈറ്റ് സ്പേസ് ഒന്നും തന്നെ അലൗ ചെയ്യില്ല. അങ്ങനെ വൈറ്റ് സ്പേസ് അലൗ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഇൻവാലിഡ് ആയിട്ട് മാറും. ഓക്കെ, a variable name must not be any reserved word or keyword. ഇത് സിസ്റ്റം റിസർവ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കീവേഡ് നമുക്ക് നമ്മുടെ നോർമൽ വേരിയബിൾ നെയിം ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള എക്സാമ്പിൾ INT, ഇൻറ്റീജർ, ഫ്ലോട്ട്, ക്യാരക്ടർ, അങ്ങനെയുള്ള ഒരുപാട് കീവേഡ്സുകൾ സിസ്റ്റം റിസർവ് ചെയ്ത് വെച്ചിട്ടുള്ള കീവേഡുകളാണ്. അങ്ങനെയുള്ള കീവേഡുകളൊന്നും തന്നെ നമുക്ക് വേരിയബിൾ നെയിം ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. അതിന് പുറമെ നമ്മളിതായിട്ടുള്ള എ എന്നോ അണ്ടർസ്കോർ AB, A30 അങ്ങനെ നമുക്ക് ഏത് ടൈപ്പുള്ള വേരിയബിൾ നെയിം വേണമെങ്കിൽ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ ഞാൻ ആ മെമ്മറി അലോക്കേഷൻ ജസ്റ്റ് ഒന്ന് കാണിച്ചിരിക്കുകയാണ്. മെമ്മറി അലോക്കേഷൻ വെച്ചാൽ ഇൻറ്റീജർ A ഈസ് ഈക്വൽ ടു 10 എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റിന്റെ മെമ്മറി അലോക്കേഷനാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഈ ഒരു പോർഷൻ നമുക്ക് അറിയുന്ന പോർഷൻ തന്നെയാണ്. കാരണം ഇത്രയും പ്രോഗ്രാമുകളും സെക്ഷൻസും നോക്കിയ സമയത്ത് ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം തന്നെയാണ്. ഇൻറ്റീജർ A ഈസ് ഈക്വൽ ടു 10 എന്ന് പറയുന്ന സമയത്ത് ഇൻറ്റീജറിന് നമുക്ക് 2 ബൈറ്റ്സ് ആണ് കിട്ടുന്നുള്ള കാര്യം നമുക്കറിയാം. 2 ബൈറ്റ്സ് മെമ്മറി സ്പേസ് എടുക്കുന്നുണ്ടെന്ന് അറിയാം. സോ നമുക്ക് ഇവിടെ 2 ബൈറ്റ്സ് മെമ്മറി സ്പേസ് നമ്മളത് എടുത്തു. ആ 2 ബൈറ്റ്സിന്റെ മെമ്മറി സ്പേസ് എടുക്കുന്നതിനൊപ്പം തന്നെ അതിനൊരു അഡ്രസ് എന്തായാലും ഉണ്ടാവും. മെമ്മറി അഡ്രസ് അവിടെ അവൈലബിൾ ആയിരിക്കും. ദെൻ ആ ഒരു മെമ്മറി സ്പേസിനകത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, 10 എന്നുള്ള വാല്യൂ സ്റ്റോർ ചെയ്യുന്നത്. നമ്മളുടെ കൺസെപ്റ്റ് അനുസരിച്ച് A എന്നുള്ള വേരിയബിളിലാണ് വാല്യൂ സ്റ്റോർ ചെയ്യണമെന്നാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു മെമ്മറിനെ നമ്മൾ നെയിം ചെയ്ത് വെച്ചിരിക്കുന്നതാണ് നമ്മളുടെ വേരിയബിൾ. സോ ആ വേരിയബിളിനകത്ത് സ്റ്റോർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വേരിയബിൾ A എന്നുള്ളത് ഏത് മെമ്മറി ലൊക്കേഷൻ ആണോ നമ്മൾ പേര് വെച്ചിരിക്കുന്നത് ആ മെമ്മറി ലൊക്കേഷൻ അകത്തായിരിക്കും ആ വാല്യൂ സ്റ്റോർ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ദെൻ അതുപോലെ തന്നെ ക്യാരക്ടർ ആണ് എടുക്കുന്നുണ്ടെങ്കിൽ ക്യാരക്ടറിന് 1 ബൈറ്റ് ആണ് വരുന്നുണ്ടാവുക. സോ 1 ബൈറ്റ് മെമ്മറി അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും. ദെൻ അതിനൊരു മെമ്മറി അഡ്രസ് ഉണ്ടാവും. ദെൻ അതിനകത്ത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചാൽ ഒരു ക്യാരക്ടർ വാല്യൂ സ്റ്റോർ ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ ഫ്ലോട്ട് എന്നുള്ള വാല്യൂ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലോട്ട് C എന്നുള്ളത് ഫ്ലോട്ടിനകത്ത് 4 ബൈറ്റ്സ് ആണ് സ്റ്റോർ ചെയ്യാൻ പറ്റുക. സോ 4 ബൈറ്റ്സിന് മെമ്മറി അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇവിടെ FF00 എന്നുണ്ട്. ഹെക്സാഡെസിമൽ സിസ്റ്റംസും നമുക്ക് ഇത് മെമ്മറിക്കകത്ത് കിട്ടാറുണ്ട്. സോ ഈ ഹെക്സാഡെസിമൽ സിസ്റ്റം ആയതുകൊണ്ട് A തൊട്ട് F വരെയുള്ള വേരിയബിൾസ് നമ്മൾ ഇതിനകത്ത് റെപ്രസെന്റ് ചെയ്യാറുണ്ട്. സോ FF0 എന്നുള്ളത് ഇതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ,
then 30 എന്നുള്ള വാല്യൂ 30.00 എന്ന് പറഞ്ഞിട്ട് ഫ്ലോട്ടിംഗ് റെപ്രസെന്റേഷൻ ആയിട്ട് 4 ബൈറ്റ്സിനകത്ത് സ്റ്റോർ ചെയ്തു. ഈ മെമ്മറി ലൊക്കേഷന്റെ അഡ്രസ് ആണ് FF00 എന്നുള്ളത്. ദെൻ C എന്നുള്ളത് ആ മെമ്മറി ലൊക്കേഷന്റെ നെയിം ആയിട്ട് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നു. നമുക്ക് ഒരിക്കലും ഈ FF00 എന്നുള്ളതോ 2024 എന്നുള്ളതോ 1000 എന്നുള്ളതോ നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓൾറെഡി ഇതായിരിക്കും എയുടെ മെമ്മറി സ്പേസ് എന്നുള്ളത്. കാരണം മെമ്മറി പൂളിനകത്ത് ഫ്രീ ആയിരിക്കുന്ന മെമ്മറി ഏതാണോ ആ മെമ്മറി സ്പേസ് ആയിരിക്കും കമ്പൈലേഷൻ ടൈമിനകത്ത് കൊടുക്കുന്നുണ്ടാവുക. സോ ഒരിക്കലും ഒരു സെയിം മെമ്മറി ആയിരിക്കില്ല ഇവിടെ എക്കും ബിക്കും സിക്കും റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടാവുക. ഓക്കെ, ദെൻ ഞാൻ അവിടെ കാണിച്ചിരിക്കുന്നതിന്റെ കുറച്ചൊരു കമ്പൈലർ സൈഡ് എക്സ്പ്ലനേഷൻ ആണ് ഞാനിവിടെ പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്. ഇൻറ്റീജർ എ ഈസ് ഈക്വൽ ടു 10 എന്നുള്ള ആ ഒരു വേരിയബിൾ, ആ ഒരു വാല്യൂ ഇനീഷ്യലൈസ് ചെയ്യുന്നതിന്റെ ആ ഒരു എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ തരാൻ പോകുന്നത്. എ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയിരിക്കുന്ന 2 ബൈറ്റ്സിന്റെ മെമ്മറി സ്പേസ്. ആ മെമ്മറി സ്പേസിന് നമ്മൾ ഇട്ടിരിക്കുന്ന പേരാണ് എ എന്നുള്ളത്. ഈ എ എന്നുള്ള പേരാണ് യൂസറിന് അറിയാം, അതായത് നമ്മളെ പോലുള്ള പ്രോഗ്രാം ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റുന്നത് എ എന്നുള്ളത് മാത്രമാണ്. കാരണം ഇതിന്റെ അഡ്രസ് 100 തൊട്ട് 1002 വരെയാണ് ഇതിന്റെ അഡ്രസ് ഉള്ളത്. 2 ബൈറ്റാണ് നമുക്ക് അലോക്കേറ്റ് ചെയ്ത് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, സോ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഈ അഡ്രസ് ഏതാണ് കിട്ടിയിരിക്കണം എന്നുള്ള കാര്യം നമുക്ക് ഇവിടെ ഒരിക്കലും അറിയാൻ പറ്റില്ല. സോ ഇവിടെ എ ഈസ് ഈക്വൽ ടു 10 എന്ന് പറയുന്നത് നമ്മൾ എക്കകത്താണ് വാല്യൂ സ്റ്റോർ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ എ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെമ്മറി ലൊക്കേഷന്റെ പേര് തന്നെയാണല്ലോ. സോ ഈ എക്കകത്ത് സ്റ്റോർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മെമ്മറി അതിനകത്തായിരിക്കും സ്റ്റോർ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ എ എന്നുള്ളൊരു വേരിയബിൾ നെയിം ഉണ്ട്, അതുപോലെ തന്നെ 2 ബൈറ്റ്സിന്റെ മെമ്മറി സ്പേസ് ഉണ്ട്, അതിന്റെ അഡ്രസ് ആയിട്ട് 1000 എന്ന് പറഞ്ഞിട്ടുള്ള അഡ്രസ്സും അവൈലബിൾ ആണ്. ഓക്കെ, ദെൻ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പൈലറിന്റെ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഇൻറ്റീജർ എ ഈസ് ഈക്വൽ ടു 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പൈലർ ഒരിക്കലും എ എന്നുള്ളതിനകത്തേക്കല്ല സ്റ്റോർ ചെയ്യുന്നുണ്ടാവുക. ആ എ എന്നുള്ളത് ഏത് അഡ്രസ്സിനെയാണോ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാവുക ആ അഡ്രസ്സിനെ ചെക്ക് ചെയ്തിട്ട് ആ അഡ്രസ്സിനകത്തായിരിക്കും എന്ത് സ്റ്റോർ ചെയ്യുന്നുണ്ടാവുക, 10 എന്നുള്ള വാല്യൂ സ്റ്റോർ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അതായത് കമ്പൈലർ ചെയ്യുന്നത് നമ്മൾ ഇൻറ്റീജർ എ ഈസ് ഈക്വൽ ടു 10 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ എ എന്ന് പേരിട്ട് വെച്ചിരിക്കുന്ന മെമ്മറി അഡ്രസ് ഏതാണെന്ന് ചെക്ക് ചെയ്യും. ആ മെമ്മറി അഡ്രസ് 1000 എന്നുള്ള അഡ്രസ്സാണ്. ഓക്കെ, ആ 1000 എന്നുള്ള അഡ്രസ്സിലേക്കാണ് എന്ത് സ്റ്റോർ ചെയ്യാൻ പറയുന്നത്, 10 എന്നുള്ളത് സ്റ്റോർ ചെയ്യാൻ പറയുന്നത്. പക്ഷെ യൂസർ സൈഡ് നമുക്ക് ഇതൊന്നും വിസിബിൾ അല്ല. യൂസർ സൈഡ് നമ്മൾ എന്താ ചെയ്യുന്നത്, ഇൻറ്റീജർ എ ഈസ് ഈക്വൽ ടു 10 എന്ന് പറഞ്ഞാൽ എക്കകത്ത് 10 സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഇത്രയും നമുക്ക് അറിയുന്നുള്ളൂ. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എ എന്നുള്ളതിന്റെ ഏതാണോ അഡ്രസ് എന്നുള്ളത് കമ്പൈലർ ആദ്യം ചെക്ക് ചെയ്യും. ആ അഡ്രസ്സിനകത്തേക്കാണ് 10 എന്നുള്ള വാല്യൂ നമ്മൾ അതിനകത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, സോ കമ്പൈലറിനകത്ത് ഒരിക്കലും നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന പേര് കമ്പൈലർ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ല. ആ പേര് വെച്ചിരിക്കുന്ന അഡ്രസ് ഏതാണോ ആ അഡ്രസ്സിന് മാത്രമാണ് അവർ വാല്യൂ സ്റ്റോർ ചെയ്യാൻ സമ്മതിക്കുള്ളൂ. ഓക്കെ, ഇതാണ് കമ്പൈലർ സൈഡുള്ള ഒരു വാല്യൂ ഇനീഷ്യലൈസ് ചെയ്യുന്നതിന്റെ എക്സിക്യൂഷൻ. ഇവിടെ ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മളിവിടെ ഒരു വേരിയബിൾ അലോക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഇൻറ്റീജർ എ ഈസ് ഈക്വൽ ടു 10 എന്ന് പറഞ്ഞു. അതായത് കമ്പൈലർ ചിന്തിക്കുന്നത് എ എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു വേരിയബിൾ ഏത് അഡ്രസ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. ആ അഡ്രസ് കണ്ടുപിടിച്ചതിന് ശേഷം 100 എന്ന് കണ്ടുപിടിച്ചതിന് ശേഷം ആ 1000 എന്ത് സ്റ്റോർ ചെയ്യുന്നത്, 10 സ്റ്റോർ ചെയ്യുന്നത്. അതായത് എക്സിക്യൂഷൻ റൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. സോ നമ്മളിവിടെ ചിന്തിക്കുകയാണ്, നമ്മൾ എ എന്ന് പറഞ്ഞു കൊടുക്കാണ്ട് നമ്മൾ പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് 1000 എന്നുള്ളൊരു സ്പേസിലേക്ക് 10 സ്റ്റോർ ചെയ്യട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പൈലറിന് എയിലേക്ക് പോയതിനു ശേഷം 100 അഡ്രസ്സിലേക്ക് പോയിട്ട് അതിനകത്ത് സ്റ്റോർ ചെയ്യേണ്ട ഒരു പ്രോസസ്സ് എന്തിലേക്കായി മാറും, ഡയറക്റ്റ് ആയിട്ട് അഡ്രസ്സ് കിട്ടുന്നു, അഡ്രസ്സിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. അതായത് എക്സിക്യൂഷൻ ഏറ്റവും എളുപ്പമായി മാറുകയാണ് ചെയ്യുന്നത്. അത് തന്നെയാണ് ആക്ച്വലി പോയിന്റർ ചെയ്യുന്നത്. നമുക്ക് പോയിന്റർ എന്താണെന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. Pointers. The pointer in a C language is a variable which stores the address of another variable. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പോയിന്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഒരു വേരിയബിൾ തന്നെയാണ്, പക്ഷെ അത് പോയിന്റ് ചെയ്യുന്നത് വേറെ ഒരു അഡ്രസ്സിലേക്കായിരിക്കും, വേറൊരു വേരിയബിളിന്റെ അഡ്രസ് ആയിരിക്കും അത് പോയിന്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അതൊരു എക്സാമ്പിൾ എത്തുന്ന സമയത്ത് കുറച്ചുകൂടി ക്ലിയർ ആവും. ദിസ് വേരിയബിൾ ക്യാൻ ബി type, integer, character, array, function or any other pointer. നമുക്ക് പോയിന്റർ എപ്പോഴും വേരിയബിൾ ഇൻറ്റീജർ പോയിന്റർ ആയിരിക്കാം, ക്യാരക്ടർ പോയിന്റർ ആയിരിക്കാം, അറേ പോയിന്റർ ആയിരിക്കാം, വാട്ട് എവർ, ഏത് ടൈപ്പ് പോയിന്റർ വേണമെങ്കിലും ആയിരിക്കാം. ഓക്കെ, ദ സൈസ് ഓഫ് ദ പോയിന്റർ ഡിപ്പെൻഡ്സ് ഓൺ ദി ആർക്കിടെക്ചർ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മളുടെ പോയിന്റർ എപ്പോഴും അതിന്റെ സൈസ് പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ടാവുക.
അതായത് ഇപ്പൊ നമ്മൾ ഇന്റീജർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം 2 bytes ആണെന്നുള്ള കാര്യം. പക്ഷേ പോയിന്റർ എന്നുള്ള കൺസെപ്റ്റ് എടുക്കുന്ന സമയത്ത് അതിന്റെ ആർക്കിടെക്ചർ ചെക്ക് ചെയ്തതിന് ശേഷം ആർക്കിടെക്ചർ അനുസരിച്ചിട്ടാണ് അതിന്റെ സൈസ് കിട്ടുന്നുണ്ടാവുക. ഇവിടെ നോക്കിക്കോളൂ, ഇന്റീജർ n ഈസ് ഈക്വൽ ടു 10 എന്നുള്ള കാര്യം നമുക്കറിയാം. ഇത് നമുക്ക് ഈ ഡിക്ലറേഷൻ നമ്മൾ ഓൾറെഡി കാണാറുള്ളതാണ്. n എന്നുള്ള ആ ഒരു വേരിയബിളിലേക്ക് നമ്മൾ എന്ത് സ്റ്റോർ ചെയ്യാൻ പോകുന്നത്, 10 എന്നുള്ള വാല്യൂ സ്റ്റോർ ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇനിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് പോയിന്റർ എങ്ങനെയാണെന്നുള്ളത്. അതായത് ഇന്റീജർ സ്റ്റാർ p ഈസ് ഈക്വൽ ടു ആംപർസാൻഡ് n. ഈ ഒരു രീതിയിലാണ് പോയിന്റർ ഡിക്ലെയർ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഈ രീതിയിൽ പോയിന്റർ ഡിക്ലെയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്റീജർ സ്റ്റാർ a സെമിക്കോളൻ. നമ്മൾ സ്റ്റാർ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നോർമൽ ആയിട്ടുള്ള a എന്നുള്ള വേരിയബിൾ ആണ് ഡിക്ലെയർ ചെയ്യുന്നുണ്ടാവുക. സ്റ്റാർ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആസ്ട്രിക് ക്യാരക്ടർ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് എ പോയിന്റർ. a എന്നുള്ളത് ഒരു പോയിന്റർ ആണ്. ഈ a പോയിന്റ് ചെയ്യുന്നത് വേറൊരു വേരിയബിളിന്റെ അഡ്രസ് ആയിരിക്കും പോയിന്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ദ പോയിന്റർ ഇൻ സി ലാംഗ്വേജ് ക്യാൻ ബി ഡിക്ലെയർഡ് യൂസിങ് ആസ്ട്രിക് സിമ്പിൾ. ഒരു സ്റ്റാർ യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മളത് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഇത് ഇന്റീജർ പോയിന്റർ ആണെന്നുണ്ടെങ്കിൽ int ഇന്റീജർ തന്നെ യൂസ് ചെയ്യുക, സ്റ്റാർ a എന്ന് വെക്കും. അല്ല, ക്യാരക്ടർ പോയിന്റർ ആണെന്നുണ്ടെങ്കിൽ സ്റ്റാർ c എന്ന് യൂസ് ചെയ്യാം. വേരിയബിളിനെ നമുക്ക് ഏത് വേരിയബിൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. അതിന് മുൻപിൽ ഒരു സ്റ്റാർ ഇടുകയാണ്, ഒരു ആസ്ട്രിക് ക്യാരക്ടർ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ പോയിന്റർ എന്ന് പറയാൻ പറ്റും. പോയിന്ററിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ ഞാൻ 2 വേരിയബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു നോർമൽ വേരിയബിളും അതുപോലെ തന്നെ ഒരു പോയിന്റർ വേരിയബിളും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്റീജർ നമ്പർ ഈസ് ഈക്വൽ ടു 50 എന്നുള്ളത് നമ്പർ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഇന്റീജർ വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് എന്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ട്, 50 എന്നുള്ളത് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവിടെ പിക്ചറായിട്ട് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ഒരു നമ്പർ, ഒരു നോർമൽ വേരിയബിൾ ആയിട്ട് നമ്പർ ഞാൻ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. സോ 50 എന്നുള്ള ആ വാല്യൂ ഞാൻ ഇതിനകത്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. സോ ഇതൊരു മെമ്മറിയിലാണ് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തുണ്ടാവും, അതിനൊരു മെമ്മറി അഡ്രസ് ഉണ്ടാവും. FFF4 എന്നാണ് മെമ്മറി അഡ്രസ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ദെൻ രണ്ടാമത് ഇന്റീജർ സ്റ്റാർ p. സ്റ്റാർ p എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം പോയിന്റർ ആണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, പോയിന്റർ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ആ പോയിന്ററിനകത്ത് നമ്മൾ വാല്യൂ ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്, ആംപർസാൻഡ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ ആംപർസാൻഡ് സിമ്പിൾ കൊടുത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്പർ എന്നുള്ളതിന്റെ, ഈ നമ്പർ എന്നുള്ള വേരിയബിളിന്റെ അഡ്രസ് കിട്ടാനാണ് ആംപർസാൻഡ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ആംപർസാൻഡ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് FFF4 എന്നായിരിക്കും ഈ ആംപർസാൻഡ് നമ്പറിനകത്ത് വരുന്നുണ്ടാവുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സ്റ്റാർ p എന്ന് വെച്ച് കഴിഞ്ഞാൽ പോയിന്റ് ചെയ്യുന്നത് ആരെയായിരിക്കും, ആംപർസാൻഡ് നമ്പർ, അതായത് FFF4 എന്നുള്ളതിനായിരിക്കും പോയിന്റ് ചെയ്യുന്നുണ്ടാവുക. സോ ഇന്റീജർ p എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് സ്റ്റോർ ആവുന്നത് എന്തായിരിക്കും, FFF4 എന്നാണ് സ്റ്റോർ ചെയ്യുന്നുണ്ടാവുക. p എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം അതും ഒരു ഇന്റീജർ പോയിന്റർ ആണ്. അതിനും ഒരു 2 ബൈറ്റ് മെമ്മറിയുടെ ആവശ്യമുണ്ട്. ഓക്കെ, ദെൻ അതിനൊരു മെമ്മറി അഡ്രസ് ഉണ്ടാവും, A3 എന്ന് പറഞ്ഞിട്ട് അതിനൊരു മെമ്മറി അഡ്രസ് ഉണ്ടാവും. പക്ഷെ ഇവിടെ സ്റ്റാർ p ആയതുകൊണ്ട് ആ പോയിന്റർ പോയിന്റ് ചെയ്യിക്കുന്നത് ഏതിലേക്കാണ്, അതിന് സ്റ്റോർ ചെയ്തിരിക്കുന്ന മെമ്മറി അഡ്രസ് ഏതിന്റെ ആണോ, ആംപർസാൻഡ് നമ്പർ എന്നുള്ള ആ ഒരു വേരിയബിളിന്റെ അഡ്രസ് ആണ് ആംപർസാൻഡ് നമ്പറിനകത്ത് കിട്ടുന്നത്. സോ ആ ഒരു അഡ്രസ്സിലേക്കായിരിക്കും പോയിന്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഇവിടെ നോക്കിക്കോളൂ, പോയിന്റർ വേരിയബിൾ സ്റ്റോർസ് ദ അഡ്രസ് ഓഫ് എ നമ്പർ വേരിയബിൾ. The value of number variable is 50, but the address of pointer variable p is AAA3. അതായത് p എന്നുള്ള ആ ഒരു വേരിയബിളിന്റെ അഡ്രസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ AAA3 ആണെന്ന് പറയാം. അതുപോലെ തന്നെ നമ്പർ എന്നുള്ള ആ ഒരു വേരിയബിളിന്റെ അഡ്രസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ FFF4 ആണെന്ന് പറയാം. നമ്പർ എന്നുള്ളത് ഒരു നോർമൽ വേരിയബിൾ ആയതുകൊണ്ട് അതിനകത്ത് 50 സ്റ്റോർ ചെയ്തു. പക്ഷെ p എന്നുള്ളത് ഒരു പോയിന്റർ വേരിയബിൾ ആയതുകൊണ്ട് അതിനകത്ത് നോർമൽ നമ്പർ ആയിരിക്കും, നോർമൽ ഒരു വാല്യൂ ആയിരിക്കില്ല സ്റ്റോർ ചെയ്യുന്നുണ്ടാവുക. പോയിന്ററിനകത്ത് എപ്പോഴും എന്ത് സ്റ്റോർ ചെയ്യുന്നുണ്ടാവുള്ളൂ, ഒരു അഡ്രസ് ആയിരിക്കും സ്റ്റോർ ചെയ്യുന്നുണ്ടാവുക. സോ ആ അഡ്രസ് ആരുടെയാണ് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ആംപർസാൻഡ് നമ്പറിന്റെ ആണെന്ന് പറഞ്ഞു. അതായത് ആംപർസാൻഡ് നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പറിന്റെ അഡ്രസ് കിട്ടിയിരിക്കുകയാണ്. ആംപർസാൻഡ് നമ്പർ FFF4 എന്നുള്ളതായിരിക്കും p യിലേക്ക് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഞാനിത് ഒന്നുകൂടി ഡീപ്പായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഒരു എക്സാമ്പിളോടെ ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ ഞാൻ ഇന്റീജർ a is equal to 10 എന്ന് സെറ്റ് ചെയ്തിട്ട്, അതായത് a എന്ന് പറഞ്ഞെടുത്തിരിക്കുന്ന 2 bytes വേരിയബിളിനകത്ത് ഞാൻ 10 സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇന്റീജർ പോയിന്റർ p ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്, സ്റ്റാർ p സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു പോയിന്റർ വേരിയബിൾ ആണ്. ആ പോയിന്റർ വേരിയബിൾ എടുക്കുമ്പോൾ അതും ഇന്റീജർ ആയതുകൊണ്ട് ഞാൻ അതിന് p ക്ക് ഒരു സ്പേസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ദെൻ അതിലേക്ക് സ്റ്റോർ ചെയ്യുന്നത് ആംപർസാൻഡ് a ആണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ആംപർസാൻഡ് a സ്റ്റോർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ a എന്നുള്ളതിന്റെ അഡ്രസ് ആണ് ആംപർസാൻഡ് a യിൽ കിട്ടുന്നുണ്ടാവുക. ആ അഡ്രസ് FFF4 എന്നുള്ള അഡ്രസ് ആണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്.
ഓക്കെ. ദെൻ സ്റ്റാർ പി, അതായത് പോയിന്റർ പി പോയിന്റ് ചെയ്യുന്നത് ആരെയായിരിക്കും? ഈ അഡ്രസ്സിനെ ആയിരിക്കും പോയിന്റ് ചെയ്യുന്നുണ്ടാവുക. ഇവിടെ ശ്രദ്ധിച്ചാൽ മതി, ഒരു നോർമൽ വേരിയബിളിന് ഒരു നോർമൽ വാല്യൂ സ്റ്റോർ ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു പോയിന്റർ വേരിയബിളിന് എപ്പോഴും അത് ആരെയാണോ പോയിന്റ് ചെയ്യിക്കുന്നത് അവരുടെ അഡ്രസ്സ് മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. പോയിന്റർ വേരിയബിളിനകത്ത് വാല്യൂസ് നമ്മൾ സ്റ്റോർ ചെയ്യില്ല. ദെൻ പി അലോക്കേറ്റ് ചെയ്തുകൊണ്ട് പിക്ക് ഞാനൊരു സ്പേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ അഡ്രസ്സ് വന്നിട്ട് FFF2 എന്നുള്ളൊരു അഡ്രസ്സാണ് കിട്ടിയിരിക്കുന്നത്, ഒരു ഹെക്സാഡെസിമൽ വാല്യൂ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രിന്റ് ചെയ്യുന്നത് എ എന്നുള്ള വാല്യൂ പ്രിന്റ് ചെയ്യണം. അതായത് പ്രിന്റ് എഫ് എന്ന് കൊടുത്തിട്ടുണ്ട്, %d, ഒരു ഡെസിമൽ വാല്യൂ ആണ് പ്രിന്റ് ചെയ്യുന്നത്, എ എന്നുള്ളത് പ്രിന്റ് ചെയ്യണം. അങ്ങനെ എ എന്ന് പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്കകത്തുള്ള വാല്യൂ എന്തായിരിക്കും? 10 എന്നായിരിക്കും പ്രിന്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ദെൻ അതേപോലെ ഞാനിവിടെ ആംബസൺ എ പ്രിന്റ് ചെയ്യുകയാണ്. ആംബസൺ എ പ്രിന്റ് ചെയ്യാന്ന് വെച്ചാൽ നമുക്കറിയാം ആംബസൺ എ എന്ന് വെച്ച് കഴിഞ്ഞാൽ എ എന്നുള്ളതിന്റെ അഡ്രസ് ആണ് ആംബസൺ എയിൽ വരുന്നുണ്ടാവുക. ഓക്കെ, ദെൻ അഡ്രസ് ആയതുകൊണ്ട് തന്നെ ഞാൻ %x ആണ് കൊടുത്തിരിക്കുന്നത്. ഹെക്സാഡെസിമൽ വാല്യൂ കൂടെ പ്രിന്റ് ചെയ്യാൻ പറ്റുന്ന ഇതാണ് ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, എക്സ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആംബസൺ എ നമ്മൾ പ്രിന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്നത് FFF4 എന്നായിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, ദെൻ അതേപോലെ %d സ്റ്റാർ പി, അതായത് പോയിന്റർ കോൾ ചെയ്യണം. പോയിന്റർ കോൾ ചെയ്യുന്ന സമയത്ത് ഞാനിവിടെ പോയിന്റർ പി എന്നുള്ളത് ആരെയാണോ പോയിന്റ് ചെയ്യിക്കുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. ഇവിടെ ശ്രദ്ധിച്ചോളൂ, പോയിന്റർ പിയും നോർമൽ പിയും തമ്മിലുള്ള ഡിഫറൻസ്. അതായത് ഞാൻ പോയിന്റർ പി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പോയിന്റർ പി ഒരു അഡ്രസ്സിനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ആ അഡ്രസ് ആരെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10ന്റെ അഡ്രസ് ആണ് ശരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്? FFF4 എന്നുള്ളത് കിട്ടുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് പ്രിന്റ് ആവുന്നുണ്ടാവും? 10 എന്നുള്ളതാണ് പ്രിന്റ് ആവുന്നുണ്ടാവുക. അപ്പൊ ചിന്തിക്കുന്നുണ്ടാവും നോർമൽ പി എന്തിനാണ് ഇപ്പൊ യൂസ് ചെയ്യുന്നുണ്ടാവുക എന്നുള്ളത്. സോ നമ്മൾ പി മാത്രം പ്രിന്റ് ചെയ്യിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രിന്റ് ആവുന്നത് എന്തായിരിക്കും? പിക്കകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്നത് എന്താണ്? FFF4 എന്നുള്ളതാണ് പ്രിന്റ് ആവുന്നത്. അതായത് പി എന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിക്കകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്നത് FFF4 എന്നുള്ളതും പി ആരെയാണ് പോയിന്റ് ചെയ്യിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ FFF4 എന്നുള്ളത് 10നെയാണ് പോയിന്റ് ചെയ്യിക്കുന്നത്. സോ 10 ആയിരിക്കും പ്രിന്റ് ആവുന്നുണ്ടാവുക. ഓക്കെ, ദെൻ ഞാനിവിടെ ആംബസൺ പി പ്രിന്റ് ചെയ്യിക്കാൻ പോവാണ്. ആംബസൺ പി എന്ന് വെച്ച് കഴിഞ്ഞാൽ പി എന്നുള്ളതിന്റെ അഡ്രസ് ആണ് എനിക്ക് കിട്ടുന്നുണ്ടാവുക. അപ്പൊ എനിക്ക് പ്രിന്റ് ആവുന്നത് എന്തായിരിക്കും? FFF2 എന്നായിരിക്കും പ്രിന്റ് ആവുന്നുണ്ടാവുക. ഓക്കെ, ദെൻ അതേപോലെ ഞാനിവിടെ സൈസ് പ്രിന്റ് ചെയ്യിക്കുകയാണ്. എയുടെ സൈസ് പ്രിന്റ് ചെയ്യിക്കുകയാണെന്നുണ്ടെങ്കിൽ %d യൂസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ സൈസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എത്ര ബൈറ്റ് വരുന്നുണ്ടാവും? 2 ബൈറ്റ് വരുന്നുണ്ടാവും. കാരണം ഇന്റീജർ ആണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതാണ് ഇതിന്റെ ഒരു ബേസിക് ഐഡിയ. ആംബസണ്ണും സ്റ്റാറും, അതായത് പോയിന്റർ വേരിയബിൾ എപ്പോഴും പോയിന്റ് ചെയ്യിക്കുന്ന അഡ്രസ് ഏതിന്റെയാണോ ആ വാല്യൂനെ ആയിരിക്കും പ്രിന്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, നമുക്ക് ഇതിന്റെ വർക്കിംഗ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു പ്രോഗ്രാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രോഗ്രാം സെറ്റ് ചെയ്ത് വെച്ചതിനകത്ത് നമ്മളൊരു നോർമൽ വേരിയബിൾ ഇനീഷ്യലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇന്റീജർ a = 10. ഞാൻ അവിടെ പറഞ്ഞു തന്ന സെയിം എക്സാമ്പിൾ തന്നെയാണ് ഞാൻ ഇവിടെ പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇന്റീജർ a = 10 എന്ന് വെച്ച് കഴിഞ്ഞാൽ a എന്ന് സൂചിപ്പിക്കുന്ന ഒരു മെമ്മറി ലൊക്കേഷൻ, ആ മെമ്മറി ലൊക്കേഷനിൽ 10 സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ ഇന്റീജർ സ്റ്റാർ പി എന്ന് പറഞ്ഞിട്ട് ഒരു ആസ്ട്രിക് പി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു പോയിന്റർ വേരിയബിൾ ഞാൻ ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് ക്ലിയർ സ്ക്രീൻ ഞാൻ കൊടുത്തു. ദെൻ അതിനുശേഷം p = a കൊടുത്തിട്ടുണ്ട്. അതായത് p = a എന്ന് വെച്ച് കഴിഞ്ഞാൽ പിയിൽ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ ഏതാണ്? a ആണ് ഞാനിവിടെ പിയിലേക്ക് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ a എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എയുടെ അഡ്രസ് ആണ് a കൊണ്ട് കിട്ടുന്നുണ്ടാവുക. സോ പിയിൽ കിടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്രസ് ആണ് കിടക്കുന്നുള്ളത്, അതും എയുടെ അഡ്രസ് ആണ് പിയിലുള്ളത്. ഓക്കെ, ദെൻ അതിനുശേഷം ഞാൻ പ്രിന്റ് ചെയ്യാൻ പോവുകയാണ്. ആദ്യം a ഞാൻ എന്താണെന്നുള്ളത് പ്രിന്റ് ചെയ്യാൻ പോവാണ്. ന്റെ വാല്യൂ പ്രിന്റ് ചെയ്യുന്നുണ്ടാവും. സോ അതിനകത്ത് എന്ത് പ്രിന്റ് ആവുന്നുണ്ടാവും? എനിക്ക് 10 എന്നുള്ളത് പ്രിന്റ് ആവുന്നുണ്ടാവും. ദെൻ രണ്ടാമത് ഞാൻ പ്രിന്റ് ചെയ്യാൻ പോകുന്നത് ന്റെ അഡ്രസ് ആണ് പ്രിന്റ് ചെയ്യുന്നത്. ആംബസൺ a യൂസ് ചെയ്തിട്ട് അഡ്രസ് ഞാൻ പ്രിന്റ് ചെയ്തു. പിന്നെ അതേപോലെ തന്നെ സ്റ്റാർ p ഞാൻ പ്രിന്റ് ചെയ്യുന്നുണ്ട്. അതായത് ആ പോയിന്റർ വേരിയബിളിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന അഡ്രസ് ഏത് വാല്യൂവിന്റെ ആണോ സ്റ്റോർ ചെയ്തിരിക്കുന്നത്, ഏത് വാല്യൂവിനാണോ പോയിന്റ് ചെയ്യുന്നത്, ആ പോയിന്റ് ചെയ്യുന്ന വാല്യൂവാണ് ഞാൻ പ്രിന്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ പി എന്താണെന്ന് ഞാൻ പ്രിന്റ് ചെയ്യുന്നുണ്ട്. പി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിക്കകത്താണ് എന്ത് സ്റ്റോർ ചെയ്തിരിക്കുന്നത്? എയുടെ അഡ്രസ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. സോ ഞാൻ പി പ്രിന്റ് ചെയ്യുമ്പോൾ എനിക്ക് എന്തായിരിക്കും പ്രിന്റ് ആവുന്നുണ്ടാവുക? എയുടെ അഡ്രസ് ആയിരിക്കും പ്രിന്റ് ആവുന്നുണ്ടാവുക.
ദെൻ ലാസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ ആംബർസാൻഡ് പി പ്രിന്റ് ചെയ്യുന്നുണ്ട്. അതായത് പി എന്നുള്ള മെമ്മറി സ്പേസിന്റെ അഡ്രസ് എന്താണോ അത് ഞാൻ പ്രിന്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. കമ്പൈലേഷൻ സക്സസ് ആണ്. ദെൻ റൺ ചെയ്ത് നോക്കാം. വാല്യൂ ഓഫ് എ 10, ഇൻറ്റീജർ എ ഇസ് ഈക്വൽ ടു 10 എന്ന് തന്നെയാണ് നമ്മൾ കൊടുത്തു വെച്ചിട്ടുണ്ടായിരുന്നത്. സോ എക്ക് അകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ 10 തന്നെയാണ്. ദെൻ രണ്ടാമത് അതിനകത്ത് വെച്ചിരിക്കുന്നത് അഡ്രസ് ഓഫ് എ, അതായത് സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ, അതായത് എ എന്നുള്ള മെമ്മറി സ്പേസ് യൂസ് ചെയ്തിരിക്കുന്ന അഡ്രസ് FFF4 എന്നുള്ള അഡ്രസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദെൻ വാല്യൂ പോയിന്റഡ് ബൈ പി, നമ്മൾ സ്റ്റാർ പി ആണ് പ്രിന്റ് ചെയ്തത്. സ്റ്റാർ പി എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നുള്ളിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ എന്തിന്റെ ആയിരുന്നു? എയുടെ വാല്യൂ ആയിരുന്നു. സോ സ്റ്റാർ പി പോയിന്റ് ചെയ്യുന്നത് ആരെയായിരിക്കും? 10 എന്നുള്ള വാല്യൂവിനെ ആയിരിക്കും അവർ പോയിന്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ദെൻ വാല്യൂ സ്റ്റോർഡ് ഇൻ പി, അതായത് പി ആണ് ഞാൻ പ്രിന്റ് ചെയ്തിരിക്കുന്നത്. അതായത് പിക്ക് അകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ FFF4 എന്നായിരുന്നു. അതുകൊണ്ടാണ് അത് പോയിന്റ് ചെയ്തപ്പോൾ ആ FF4 ആരുടെ ആയിരുന്നു? 10ന്റെ അഡ്രസ് ആയിരുന്നു FFF4 എന്നുള്ളത്. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ പിയുടെ അഡ്രസ് ആണ് ഞാൻ പ്രിന്റ് ചെയ്തത്. അതായത് ആംബർസാൻഡ് പി ആണ് ഞാൻ പ്രിന്റ് ചെയ്തത്. അത് പ്രിന്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് വന്ന വാല്യൂ FFF2 എന്നുള്ള വാല്യൂ ആണ് എനിക്ക് വന്നിരിക്കുന്നത്. ഞാനിവിടെ നമ്മൾ ചെയ്ത പ്രോഗ്രാം ഞാൻ ഒന്നുകൂടെ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതിനകത്ത് പറഞ്ഞിരിക്കണം നമുക്ക് നോക്കാം. ഞാൻ ഇവിടെ പറഞ്ഞ അതേ കാര്യങ്ങളാണ് ഞാൻ പ്രോഗ്രാമായിട്ട് ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത്. അതായത് ഇൻറ്റീജർ എ ഇസ് ഈക്വൽ ടു 10 എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻറ്റീജർ സ്റ്റാർ പി, ആ പോയിന്റർ പിയിലേക്ക് അസൈൻ ചെയ്തിരിക്കുന്നത് ആംബർസാൻഡ് എ ആണ് ഞാൻ അസൈൻ ചെയ്തിരിക്കുന്നത്. അതായത് എയുടെ അഡ്രസ് ആണ്. എയുടെ അഡ്രസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എയുടെ അഡ്രസ് FF4 എന്നുള്ളതാണ് ഞാൻ അതിനകത്ത് അസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ ലൈൻ ബൈ ലൈൻ ആയിട്ട് എക്സിക്യൂഷൻ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ആദ്യം ഞാൻ എ പ്രിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എ പ്രിന്റ് ചെയ്ത സമയത്ത് എനിക്ക് കിട്ടിയ വാല്യൂ ഓഫ് എ 10 തന്നെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതായത് എയുടെ വാല്യൂ, എക്കകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ 10 തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ദെൻ അതുപോലെ തന്നെ ഞാൻ എയുടെ അഡ്രസ് പ്രിന്റ് ചെയ്യിച്ചു. ആംബർസാൻഡ് എ പ്രിന്റ് ചെയ്യിച്ചു. എയുടെ അഡ്രസ് FFF4 എന്നുള്ളതാണ്. അതെനിക്ക് അഡ്രസ് ഓഫ് എ FFF4 എന്നുള്ളത് എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ദെൻ ഞാൻ തേർഡ് വൺ പ്രിന്റ് ചെയ്യിച്ചത് പോയിന്റർ, അതായത് പി എന്നുള്ള പോയിന്റർ വേരിയബിൾ പോയിന്റ് ചെയ്യുന്നത് ആരെയാണെന്നാണ് മൂന്നാമത് പോയിന്റർ പി പ്രിന്റ് ചെയ്തിരിക്കുന്നത്. സോ പിക്കകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ FFF4 എന്നാണ്. അത് പോയിന്റ് ചെയ്യുന്നത് 10 എന്നുള്ള വാല്യൂവിനാണ് പോയിന്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ പോയിന്റ് ചെയ്യുന്ന വാല്യൂ പോയിന്റഡ് ബൈ പി 10 എന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഞാൻ പ്രിന്റ് ചെയ്തത് പി എന്നുള്ളതിനകത്ത് എന്താണെന്നാണ് നോക്കുന്നത്. പിക്ക് കൊടുത്തു കഴിഞ്ഞാൽ പി എന്നുള്ളത് പോയിന്റർ വേരിയബിൾ ആയിട്ട് ഡിക്ലെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റാർ പി എന്നുള്ളത് പോയിന്റർ വേരിയബിൾ ആയിട്ട് ഡിക്ലെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നകത്ത് സ്റ്റോർ ചെയ്യുന്നത് FFF4 എന്നുള്ള ഒരു അഡ്രസ് തന്നെയായിരിക്കും സ്റ്റോർ ചെയ്യുന്നുണ്ടാവുക. സോ അതുകൊണ്ടാണ് ഞാനിവിടെ %x കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ദെൻ അത് പ്രിന്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് വന്നത് FFF4 തന്നെയാണ് വന്നിരിക്കുന്നത്, വാല്യൂ സ്റ്റോർഡ് ഇൻ പി. ഓക്കെ, ദെൻ ഞാൻ പ്രിന്റ് ചെയ്യിച്ചത് ആംബർസാൻഡ് പി, പിയുടെ അഡ്രസ് എന്താണെന്നുള്ളതാണ് ഞാൻ പ്രിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അഡ്രസ് ഓഫ് പി FFF2 എന്നുള്ളത് പ്രിന്റ് ആയിട്ടുണ്ട്. ഓക്കെ, സോ പോയിന്റർ എന്താണ്, അതുപോലെ തന്നെ പോയിന്റർ വേരിയബിൾ എന്താണ്, സ്റ്റാർ പിയും പിയും ആംബർസാൻഡ് പിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ദെൻ ആംബർസാൻഡ് നമ്മൾ പ്രോഗ്രാമിനകത്ത് വേറെ മുൻപ് യൂസ് ചെയ്തിട്ടുള്ളത് ബിറ്റ് വൈസ് ആൻഡിനകത്ത് നമ്മളത് യൂസ് ചെയ്തിട്ടുണ്ട്, സ്കാൻഎഫിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. അവിടെ എല്ലാം ആംബർസാൻഡ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരു വേരിയബിളിന്റെ മുന്നിൽ നമ്മൾ അത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ അഡ്രസ് ഗെറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമായിരിക്കും. ഓക്കെ, ദെൻ സൈസ് നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ 2 ആണ് വന്നിരിക്കുന്നത്. അഡ്വാൻറ്റേജ്, നമുക്ക് പോയിന്ററിന്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്നുള്ള കാര്യം നോക്കാം. Pointer reduces the code and improves the performance. It is used to retrieving strings, trees, etc. and used with arrays, structures and functions. Pointers in the use എല്ലാവിടെയും ഉണ്ട്. സോ ഇതിന്റെ മെയിൻ പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ reduce the code, കോഡിന്റെ ലെങ്ത് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. improves the performance, ഞാൻ പറഞ്ഞതുപോലെ പെട്ടെന്ന് തന്നെ എക്സിക്യൂഷൻ, അതായത് എത്രയും പെട്ടെന്ന് എക്സിക്യൂട്ട് ചെയ്ത് ഔട്ട്പുട്ടിലേക്ക് എത്താൻ പറ്റും. Then we can return multiple values from a function using pointer. Third point, it makes you able to access any memory location in the computer's memory. So ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള അഡ്വാൻറ്റേജ് പോയിന്റേഴ്സിന്റെ. ഓക്കെ, പോയിന്റേഴ്സിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ തീരുകയാണ്. ഇനി പോയിന്റേഴ്സിന്റെ ഒരു നെക്സ്റ്റ് പാർട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. ഞാൻ പാർട്ട് 2 ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ആൻഡ് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ ക്വറീസോ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് മെയിൽ ചെയ്യാവുന്നതാണ്. anilkumar.yims എന്നാണ് ഇമെയിൽ ID. അതുപോലെ തന്നെ
ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് എല്ലാ വീഡിയോസും നിങ്ങൾക്ക് തന്നെ കിട്ടുന്നതാണ്. ആൻഡ് താങ്ക് യു.